കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വിഷയം സത്യസന്ധരായ ചില നക്ഷത്രക്കാരുണ്ട്. സത്യസന്ധരായ നക്ഷത്രക്കാർ. അപ്പോൾ എന്താണ്, ചില നക്ഷത്രക്കാർക്ക് മാത്രമേ സത്യസന്ധതയുള്ളൂ എന്ന് ചില ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും ഇല്ലേ? സത്യസന്ധര് എന്നാൽ മറ്റ് നക്ഷത്രക്കാർക്കൊന്നും സത്യസന്ധതയില്ലേ? എല്ലാവരിലും ഉണ്ട് സത്യസന്ധരായ നക്ഷത്രക്കാർ, അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാരിലും സത്യസന്ധതയും ഉണ്ട്. എന്നാൽ പല നക്ഷത്രക്കാരിലും അത് ഏറിയും കുറഞ്ഞും ഇരിക്കും എന്നതാണ് സത്യം അല്ലേ? അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. സത്യസന്ധത വെച്ചു പുലർത്തുന്ന ചില ആൾക്കാരുണ്ട്. അവർ നിഷ്കൃത്യമായിട്ട് അത് ചെയ്യും. വളരെയധികം ഒരു പരിപാലിച്ചു പോകും ആ സത്യസന്ധത. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരാണ്. ഇങ്ങനെയുള്ള ചില നക്ഷത്രക്കാർ സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്നവരാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ആ നക്ഷത്രക്കാർ സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്നവരാണ്. ആരെയും ഇവർ സഹായിക്കും. അവർ പരോപകാരികളുമായിരിക്കും. ഇവരെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകാറില്ല. ഈ സത്യസന്ധരായ ഈ നക്ഷത്രക്കാരെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകാറില്ല. ഇവരിൽ നിന്ന് അപ്രിയ സത്യങ്ങൾ പുറത്തു വരില്ല. ഇവർ സത്യസന്ധന്മാരാണെങ്കിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ അപ്രിയ സത്യങ്ങളൊന്നും ഇവർ പുറത്ത് പറയില്ല. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ആ നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിത് പറയാൻ പോകുന്നത്. അശ്വതി, കാർത്തിക, തിരുവാതിര, പൂരം, അത്തം, അനിഴം, ഉത്രാടം, അവിട്ടം, ചതയം, രേവതി. ഞാനൊന്നും കൂടി ആ നക്ഷത്രങ്ങൾ പറയാം. അശ്വതി, കാർത്തിക, തിരുവാതിര, പൂരം, അത്തം, അനിഴം, ഉത്രാടം, അവിട്ടം, ചതയം, രേവതി. ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ബഹുഭൂരിപക്ഷവും സത്യസന്ധന്മാരായിരിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഉണ്ടായെന്ന് വരാട്ടോ. ഇവരിത് മുഴുവൻ പേരും ഇങ്ങനെയാണെന്നില്ല. പക്ഷേ ഇത്രയും പേരിൽ അത് കൂടുതലുണ്ടായി എന്ന് വരാം. അതേപോലെ സത്യസന്ധരായിട്ടുള്ള മറ്റ് ഇതിൽ പറയാത്ത നക്ഷത്രക്കാരും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇവർക്കെതിരെ ഇത് കൂടുതലാണ് ഈ സത്യസന്ധത. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ നക്ഷത്ര ജാതകർ പൊതുവെ ജീവിതത്തിൽ സത്യസന്ധന്മാരായിരിക്കും എന്ന് വിചാരിച്ച് മറ്റ് നക്ഷത്രക്കാർ സത്യസന്ധന്മാരല്ല എന്നല്ല ഞാൻ പറയുന്നത്. സത്യവും ധർമ്മവും നീതിയുമെല്ലാം ഒരു ജാതകന്റെ ദശാകാലങ്ങളിൽ, പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ മാറ്റങ്ങൾ വരും ഇല്ലേ? ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അവസരങ്ങളും സമയങ്ങളൊക്കെയാണ് ഓരോരുത്തരുടെ സത്യസന്ധത തെളിയിക്കുന്നത് ഇല്ലേ? ചില സമയത്ത് സത്യം പറയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചില സമയത്ത് സത്യക്കേട് പറയാൻ സാധിച്ചെന്ന് വരും. സത്യക്കേടാ പറയുള്ളൂ ചില നക്ഷത്രക്കാർ. അപ്പോൾ അതൊക്കെ അവരുടേതായ ആ ജാതകത്തിൽ വരുന്ന പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വരുന്ന, അല്ലെങ്കിൽ ദശാ അപഹാരങ്ങളിൽ വരുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് പലരുടെ സ്വഭാവത്തിലൊക്കെ പല മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നത്. അപ്പം ഈ സമയത്ത് ഇങ്ങനെ ചില അങ്ങനെയുള്ള സമയമാണെങ്കിലും ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ചിലപ്പോൾ അവർ സത്യവും ധർമ്മവും വെടിഞ്ഞ് ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.